കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ നമ്മൾ ടൈം ഒരു 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോകാൻ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മൂന്ന് ഫാമിലിയും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ട്രിപ്പ് പോണത്. അപ്പോൾ ദാ ഞങ്ങളൊരു 6:30 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വയനാട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചേക്കാളും നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങളൊരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന സ്ഥലം പോകണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തി എല്ലാ പ്ലാനിങ്ങും തെറ്റി. അപ്പം ഞങ്ങളിതാ വയനാട് നമ്മുടെ ചുരമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുത്താണ് നമ്മൾ കുറുമ്പാലക്കോട്ട പോകാമെന്ന് വരണമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചത്. കുറുമ്പാലക്കോട്ട പോകണമെങ്കിൽ കുറച്ച് നേരത്തെ എത്തണമായിരുന്നു. നമുക്ക് സൺറൈസ് ഒന്ന് കാണണമെങ്കിൽ കുറച്ച് നേരത്തെ എത്തണമായിരുന്നു. പക്ഷേ നമ്മൾ സൺറൈസൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. പക്ഷേ സൂപ്പർ വൈബായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ആ ടൈം എത്തിയാലും അടിപൊളിയായിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റി. കാരണം മഞ്ഞൊക്കെ നന്നായി മൂടിക്കെടുക്കുമായിരുന്നു. അവിടെ ജീപ്പ് സവാരി ഉണ്ട് കേട്ടോ. നമ്മൾ ജീപ്പ് സവാരിയിലല്ല പോയത്, നമ്മൾ നടന്നാണ് കയറിയത്. നമ്മൾ പെട്ടെന്ന് തന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മൾ മുകളിലെത്തിയതിന് ശേഷം മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ബാക്ക് ഇപ്പോൾ ഒരുവിധമൊക്കെ മേഘങ്ങളൊക്കെ പോയി തുടങ്ങി. നമ്മൾ കുറച്ച് വെയിലായപ്പോഴാണ് അവിടെ കറക്റ്റ് എത്തിയത്. നമ്മൾ നടന്ന് കയറിയ കാരണം തന്നെ കുറച്ച് ലൈറ്റായി. നടന്ന് കയറുന്ന ടൈമിൽ നല്ല വൈബായിരുന്നു കേട്ടോ. ഇനി അങ്ങനെ ആരെങ്കിലും വയനാട് പോകുന്നുണ്ടെങ്കിൽ സൺറൈസ് കാണണമെങ്കിൽ കുറച്ച് നേരത്തെ എത്തിയാൽ നമുക്ക് സൂപ്പറായി കാണാൻ പറ്റും. നമ്മൾ നടന്ന് കയറിയ കാരണം നമുക്ക് മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റി. പക്ഷേ മുകളിലെത്തിയപ്പോഴേക്കും മഞ്ഞൊക്കെ പോയി. ഇതാ ഇപ്പോൾ ബാക്കിൽ കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് പച്ച കളറ് താഴത്തുള്ള എല്ലാം കണ്ടു തുടങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ കയറി പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. നമ്മൾ കുറച്ചും കൂടി നേരത്തെ അവിടെ എത്തിയെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായി കാണാമായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പക്ഷെ നടന്ന് കയറിയത് വല്ലാത്തൊരു കയറ്റമായി പോയിട്ടോ. എല്ലാവർക്കും നല്ലോണം വയ്യാണ്ടായി. കൂടുതലും ഇറങ്ങുമ്പോഴാണ് കേട്ടോ ബുദ്ധിമുട്ടായത്. പിന്നെ അത് അവിടെ മുകളിൽ എത്തിയാണെങ്കിൽ നമുക്ക് ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടിപൊളിയായിട്ട് ചായയല്ല കേട്ടോ, കാപ്പിയാണ് കൂടുതലും ഇവിടെ കണ്ടത്. ചായ ഉണ്ടോയെന്ന് എനിക്കങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാ ഫാമിലിയും കൂടിയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് ഇറങ്ങുമ്പോഴാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ കാലൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോണ പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോഴും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കണ്ട അടിപൊളിയായിരുന്നു. ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജീപ്പ് മാർഗം നിങ്ങൾക്ക് നോക്കാം കേട്ടോ. 600 രൂപ അങ്ങോട്ടാ തോന്നുന്നു ജീപ്പിന് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം മാത്രമാണ് കുണ്ടും കുഴികളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നല്ലൊരു റോഡാണ് കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ നടന്ന് കയറാൻ ഇഷ്ടമുള്ളവർ നടന്നും കയറാം കേട്ടോ. അപ്പോൾ നല്ലൊരു നമ്മൾ സൺസെറ്റും സൺറൈസും കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നേരത്തെ എത്തിയാണെങ്കിൽ സൺറൈസ് കാണാം. അപ്പോൾ ഞങ്ങളൊരു 8 മണി 8:30 9 മണി റേഞ്ചിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നടന്ന് കയറിയ കാരണം ഈ ഒരു കോടമഞ്ഞൊക്കെ കണ്ടു. നടന്നു പോണവർ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഈ ജീപ്പ് വരുന്ന കാരണം നമുക്ക് പെട്ടെന്ന് മാറിക്കൊടുക്കേണ്ട വരും. ചെറിയ വഴികളാണ്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. നമുക്ക് വയനാട് ഒരു ഫാമിലി ഉണ്ട്, അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അത് അവിടേക്ക് പോയിട്ടാണ് ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരാണ് കേട്ടോ ഇപ്പോൾ നല്ല നമുക്ക് അവിടെ ടൂർ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അവരാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാണാസുര ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. 2 സ്ഥലം നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു. നമ്മൾ നേരത്തെ എത്തിയ കാരണമാണ് പെട്ടെന്ന് സെറ്റാക്കി ഇവിടേക്ക് പോകാമെന്ന് വെച്ചത്. അപ്പോൾ പോണ വഴിക്കായിരുന്നു അവരുടെ വീട്. അപ്പോൾ ജസ്റ്റ് അവരെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബാണാസുര ഡാമിലേക്ക് എത്തി. നല്ല വെയിലായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ നമ്മുടെ ഇവിടുത്തെ അതേ ഒരു കാലാവസ്ഥയാണ് അവിടെ ഇപ്പോൾ തോന്നിയത്. അപ്പോൾ അവിടെയും നമുക്ക് അങ്ങനെ തന്നെ നമുക്കൊരു ട്രാവലറിൽ നമുക്ക് ഡാമിൻ്റെ അടുത്തേക്ക് പോവാം. പക്ഷേ ഈ കുറുമ്പാലക്കോട്ട പോയി വന്ന ശേഷം തന്നെ ഞങ്ങൾ ഒരൊറ്റ ട്രിപ്പ് നടത്തന്നെയായിരുന്നു, ഫുൾ നടത്തം. അവിടെ നിന്ന് ഇറങ്ങിയതിന് ക്ഷീണം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ്. ഏഷ്യയിൽ 2ാമതുമായി വരുന്ന അണക്കെട്ടാണ് നമ്മുടെ ഈ ബാണാസുര ഡാം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അവിടേക്ക് കയറാൻ ഭയങ്കര ഒരു കയറ്റാണ് കേട്ടോ. സ്റ്റെപ്പുകളും പിന്നെ സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സ്ലോപ്പായ സ്ഥലത്തൂടെയാണ് നമ്മൾ കയറി അങ്ങോട്ട് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അവിടുത്തെ അതേപോലത്തെ ഒരു ചൂട് തന്നെയായിരുന്നു. തണുപ്പും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പ്രാവശ്യം പോയിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, കുഞ്ഞു മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും കുറേ കാര്യങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ ഊഞ്ഞാലുകൾ, ഞങ്ങൾ ആ കൊറോണയുടെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. കുട്ടികൾക്ക് കളിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ. ഞാൻ പറഞ്ഞില്ലേ ട്രാവലറുണ്ട് മുകളിൽ, നമുക്ക് ഡാമിൻ്റെ അടുത്തെത്തിക്കും. ഈ കയറ്റമൊന്നും നമുക്ക് കയറേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മുകളിലെത്തും. വയ്യാത്ത ആൾക്കാർക്കൊക്കെ അങ്ങനെ വണ്ടിയിൽ വേണമെങ്കിൽ പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി.
അടുത്തത് നമ്മൾ പൂക്കോട് ലേക്കിലാണ് കേട്ടോ പോയത്. അതൊക്കെ ഒരു ഏരിയയിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കോട് ലേക്കിലേക്ക് പോയി. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ മിനിശേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കുഞ്ഞുമോളും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ടും അവിടെ മറ്റേ സ്ലിപ്പ് ലൈനും പിന്നെ ഇതുപോലെ തന്നെ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ടുള്ള സംഭവത്തിലൊക്കെ അവർ കയറിയിട്ടോ. കുഞ്ഞുമോൾക്കൊന്നും ഒരു പേടിയും തോന്നിയില്ല. എനിക്ക് താഴെ നിന്ന് നമ്മൾ കാണുന്നവർക്ക് കുറച്ച് പേടി തോന്നി. അപ്പോൾ ഇവർ മൂന്നാളും കയറിയിട്ടാ. അപ്പോൾ ഇത് പകുതി എത്തുമ്പോൾ അവിടെ നിൽക്കണ ഇത് കയറ്റി വിടുന്ന ഒരാളിങ്ങനെ പിടിച്ച് കുലുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് 3 പേർക്കും ഒരു പേടി തോന്നിയില്ല. കാരണം നമുക്കൊരു പേടി തോന്നിയിട്ടാ. പിന്നെ സിപ്പ് ലൈനിൽ അതിൽ കയറണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ മാത്രമാണ് അവർ കയറിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി, ലൈക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ ഉള്ളിലായിട്ട് കുറച്ച് കച്ചവടക്കാർ മറ്റേ കുറേ സാധനങ്ങളൊക്കെ മറ്റേ നെല്ലിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിങ്ങിനൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി. പിന്നെ ഇപ്പോൾ സൈക്ലിംഗ് ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. തന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ടൈമായി. ഒരു 2:30-3 മണിയൊക്കെ ആയി. അപ്പോൾ തന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി, മോര് കറി, അച്ചാർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതപ്പോൾ നമ്മളൊരു സൈഡിൽ വണ്ടി നിർത്തി നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് നമ്മൾ എത്തിയത്. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ അടിപൊളി റൂമായിരുന്നു കേട്ടോ. നമ്മൾ മേപ്പാടിയാണ് കേട്ടോ റൂം എടുത്തത്. അപ്പോൾ നമ്മളൊരു 4 ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ നമ്മൾ എടുത്ത റൂമിൻ്റെ സൈഡ് കൂടെ ചെറിയൊരു അരുവി പോകുന്നുണ്ട്. അപ്പോൾ നേരം നല്ലൊരു ചെറിയൊരു വെള്ളത്തിൻ്റെ ശബ്ദവും അങ്ങനെയും എപ്പോഴും മഴ പെയ്യാണെന്നൊരു ചിന്തയാവും. കാരണം എപ്പോഴും വെള്ളത്തിൻ്റെ കളകള ശബ്ദമല്ലേ, ആ ശബ്ദമൊക്കെ കേട്ടിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇവിടെ നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത് ഈ അരുവിയൊക്കെ ഉള്ള കാരണം നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂം സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് പൂളുള്ള റിസോർട്ടാണ് നമ്മൾ നോക്കിയത് കേട്ടോ. നമുക്കൊരു നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ഒരു അടിച്ചുപൊളി വേണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പൂളുള്ള റിസോർട്ടാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയെടുത്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഒരു പൂളിൽ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5 മണിക്ക് മുന്നേ നമ്മൾ റൂമിൽ എത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കോടിറങ്ങണ സമയമാണ്. അപ്പോൾ വേഗം എത്തിക്കോളോ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ 3 സ്ഥലവും കണ്ടു കഴിഞ്ഞിട്ട് വേഗം നമ്മൾ റൂമിലെത്തി. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം നമ്മുടെ ഈ പൂളിലൊക്കെ കളിച്ചു. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നല്ല തണവായിരുന്നു കേട്ടോ വെള്ളത്തിന്. പിന്നെ നമ്മൾ ഈ കാലത്ത് നമ്മുടെ കുറുമ്പാലക്കോട്ടയും എല്ലായിടത്തും പോയി നടന്ന ഒരു ക്ഷീണം നമ്മൾ ഈ പൂളിൽ അർമാദിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയായി. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു കാപ്പി ചായയൊക്കെ കുടിക്കുന്നവർക്കൊന്ന് കുടിക്കാം. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ മുകളിലൊരു ചെറിയ ചായക്കടയുണ്ട്. അവിടേക്ക് നമ്മളെല്ലാവരും കൂടി പോയി. അപ്പോൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. ഞങ്ങളവിടെ ഇറങ്ങി തൊട്ട് മുന്നിലാട്ടോ ഞങ്ങൾ മേപ്പാടിയാണ് കേട്ടോ റൂം എടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ അടിപൊളിയായിട്ട് ചായയും കാപ്പിയും കൂടുതലും കാപ്പിയാണ് കേട്ടോ അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ കുറേ പേര് കാപ്പി കുടിച്ചു, ചായ കുടിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വൈകുന്നേരം നമ്മുടെ റൂമിലെത്തിയതിന് ശേഷം നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചു. നമ്മൾ ചപ്പാത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിച്ചണൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ചൂടാക്കി നമ്മൾ അടിപൊളിയായിട്ട് ചപ്പാത്തിയും മോരുകറിയും ചോറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി കഴിച്ചു. പിന്നെ രാത്രി നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു. ആ ഒരു രാത്രി വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് വെച്ചതിന് ശേഷം അവിടെ നല്ല അടിപൊളിയായിട്ട് പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാൻസ് ഇതേ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. പാട്ടിടാൻ പറ്റില്ല, നമ്മുടെ യൂട്യൂബ് മാമൻ പഠിച്ച് എനിക്ക് കോപ്പിറൈറ്റ് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.